നിങ്ങൾ ഈ കയ്യുറ കണ്ടോ? നമ്മുടെ കൈപ്പത്തിക്ക് കറക്റ്റായി കയറിയിരിക്കാൻ പാകത്തിനാണ് ഈ കയ്യുറ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കൈകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പ്രവൃത്തികളും ഈ കയ്യുറ ഇട്ടുകൊണ്ടും ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കൈപ്പത്തിയുടെ അതേ ആകൃതിയിലും ഷേപ്പിലുമാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിതിന് പകരം ഒരു കവറെടുത്ത് കയ്യിലിടുവാണെങ്കിൽ അതിനത്ര സുതാര്യതയില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ ആകൃതിയിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു വസ്തുവേ ഈ ഭൂമിയിലുള്ളൂ. അത് മനുഷ്യനായ നീയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:26 ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും ആകൃതിയിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിന് കറക്റ്റായി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മീഡിയം, അത് മനുഷ്യരായ നമ്മളാണ്. ദൈവസാന്നിധ്യം മനുഷ്യനിർമ്മിതമായ മന്ദിരങ്ങളിലോ ചെമ്പ്, തകിട് എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ, അതുമല്ലെങ്കിൽ ഉപ്പ്, കർപ്പൂരം, ചന്ദനത്തിരി, മെഴുകുതിരി, തൈലം, പത്രം എന്നിങ്ങനെ അളിഞ്ഞു പോകുന്ന വസ്തുക്കളിലോ ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തെറ്റാണ്. ഇനി ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ഈ വസ്തുക്കളെ കുമ്പിട്ട് ആരാധിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ഈ വസ്തുക്കൾക്ക് കൊടുക്കുകയോ ചെയ്തെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി തീരും. ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.